ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. എൻ്റെ പേര് ചിപ്പി. ഞാൻ ഇടുക്കി തൊടുപുഴയിൽ നിന്നും വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുവാണിപ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 10-ാം തീയതിയാണ്. ഞാൻ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ 2 വർഷമായിട്ട് ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വെളിയിലോട്ട് പോകാൻ തോന്നുകയും പിന്നെ വീട്ടിലോട്ട് വന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. ആദ്യം OET പഠിച്ചു, പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രോമെട്രിക്കിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടി. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് അത് ചെയ്തു. അത് ചെയ്തതിലാണെങ്കിൽ എനിക്കാണെങ്കിൽ അൺഫിറ്റായിട്ടാണ് വന്നത്. എൻ്റെ എക്സ്റേ ചെയ്തതിൽ അതിൽ സ്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് സൗദിയുടെ പ്രോസസ്സിങ് ഇനി ചെയ്യാൻ പറ്റത്തില്ല, അൺഫിറ്റായെന്ന് പറഞ്ഞു. സ്കാറ് ചെസ്റ്റ് എക്സ്റേ ചെയ്തപ്പം ചെസ്റ്റിലായിരുന്നു സ്കാർ ഉണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയൊന്നുമില്ലായിരുന്നു. ഞാനിപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ ഒന്നും കൂടെ ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് സ്കാർ ചെസ്റ്റിൽ ശരിക്കും ഉണ്ട്, അത് കുഞ്ഞിലെ വല്ല ന്യൂമോണിയ അങ്ങനെ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്കാർ അങ്ങനെ തന്നെ കിടക്കും, അത് മെഡിക്കൽ ടെസ്റ്റൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അതുപോലെ എനിക്ക് കുഞ്ഞിലെ ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനാണെങ്കിൽ അപ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ മാതാവിനെക്കുറിച്ച് കേൾക്കുന്നതും യൂട്യൂബിൽ റീൽസൊക്കെ കാണുമ്പം റീൽസൊക്കെ ഓരോന്നായിട്ട് കാണുമായിരുന്നു. അപ്പോഴാണെങ്കിലും ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ കാണാനോ കേൾക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നെ കുറച്ചധികം ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം പൈസയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഇങ്ങനെ മെഡിക്കലിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പം ഞാൻ മാതാവിൻ്റെ ഇത് കൂടുതലായിട്ട് കേൾക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഒരു ദിവസം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ ഉടമ്പടി എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നിയോഗമായിരുന്നു, എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്കാറ് പോകണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയൊക്കെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ ഉള്ള രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഹിന്ദുവാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. രോഗികളെ കാണുകയും പിന്നെ അവർക്ക് പത്രം വാങ്ങി ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം പത്രം കൊടുക്കുന്ന സമയത്താണേലും ചിലവരൊക്കെ ചീത്ത പറയും, ഇവിടെ ഇതൊന്നും ശരിയല്ല, ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊന്നും ഞാൻ കൂട്ടാക്കാതെ മാതാവിനെക്കുറിച്ച് കൂടുതൽ ആളുകളോട് വിവരിച്ച് തന്നെ പത്രം കൊടുക്കാനും പിന്നെ വിശ്വാസ പ്രമാണം എഴുതി അതിൽ പത്രത്തിൽ വെച്ച് പിന്നെ ഇതും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അത് എല്ലാവരുടെയും മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ എന്നോ വേർതിരിവില്ലാതെ തന്നെ എല്ലാ വീട്ടിലും തന്നെ ചെന്ന് കയറി കൊടുക്കുമായിരുന്നു ഞാൻ. പിന്നെ അതിനുശേഷം ഓരോന്നൊക്കെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു പിഴ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കുമായിരുന്നു. അച്ഛൻ്റെ ടോക്കിലൂടെ മനസ്സിലാവുമായിരുന്നു. ആദ്യമൊക്കെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോഴേ ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു, എന്താണ് പറയുന്നതെന്നോ ഒന്നും മനസ്സിലാവില്ല, പകുതി മനസ്സിലാവില്ല. അച്ഛൻ്റെ അത് കേൾക്കാൻ തോന്നില്ലായിരുന്നു. പിന്നെ ആയി തുടങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കുറിച്ചാണെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. അങ്ങനെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു, സാക്ഷ്യം കേൾക്കുമായിരുന്നു. സാക്ഷ്യം മറ്റുള്ളവർക്ക്, എൻ്റെ ഫ്രണ്ട്സിനും അവർക്കൊക്കെ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, അടുത്ത മെഡിക്കൽ ടെസ്റ്റ് ഉടനെ തന്നെ ചെയ്യണം,
അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അടുത്ത മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായി. അതിൻ്റെ തലേ ദിവസം എനിക്ക് തോന്നി ഒന്നും കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, അപ്പം മാതാവ് എൻ്റെ സ്കാർ മാറ്റി തരുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ അതിനകത്തും എനിക്ക് സ്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പടി വിഷമമായി, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ പ്രാർത്ഥനയൊന്നും വിട്ട് കളയുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ടെസ്റ്റിനായിട്ട് പോയി. അപ്പം മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും ഒക്കെ എൻ്റെ കയ്യിൽ കരുതിയായിരുന്നു. ഞാൻ പോകുന്ന ബസ്സിലിരുന്നാണെങ്കിലും വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞ മറിയമൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു എൻ്റെ ടെസ്റ്റ്. അവിടെ കയറിയപ്പോഴാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് സെൻറ്ററിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അവിടെ ഒരു സൈഡിൽ ആരും ചവിട്ടാത്ത ഒരറ്റത്ത് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എക്സ്റേക്ക് കയറ്റിയപ്പോഴാണെങ്കിലും ഞാൻ കാശ് രൂപവും എൻ്റെ കയ്യിലെടുത്തു. പക്ഷേ ആരും എന്നോട് എടുത്ത് മാറ്റി വയ്ക്കാനോ ഒന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു. അങ്ങനെ എക്സ്റേ ഒക്കെ കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ മെഡിക്കലി ഫിറ്റാണെന്ന് അവരെന്നോട് പറഞ്ഞു. അത് എനിക്ക് ഒന്നാമത്തെ ഒരു സാക്ഷ്യമാണ്, എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വെച്ച ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോമെട്രിക് എക്സാം പാസ്സാകണമെന്നായിരുന്നു. അത് ഞാൻ വെച്ചിട്ട് സത്യത്തിൽ അതെനിക്ക് നടന്നു കിട്ടിയില്ല. കാരണം അത് എൻ്റെ വീഴ്ച തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് സെപ്റ്റംബർ ഒരു ഡേറ്റ് എനിക്ക് പ്രോമെട്രിക് എക്സാം കിട്ടി, പിന്നെ ആഗസ്റ്റിൽ ഒരു ഡേറ്റും കിട്ടി. അതിൽ സെപ്റ്റംബറിൽ 14-ാം തീയതിയാണ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആ ഡേറ്റ് തന്നെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഏജൻറ്റ് പറഞ്ഞു ആ ഡേറ്റൊന്നും എടുക്കരുത്, കാരണം സെപ്റ്റംബർ ആദ്യം തന്നെ ചിലപ്പോൾ ടിക്കറ്റ് വന്ന് പോകേണ്ടി വരും, അതുകൊണ്ട് ആ ഡേറ്റൊന്നും പരീക്ഷയ്ക്ക് എടുത്തേക്കരുത്, എടുക്കുകയാണെങ്കിൽ ആഗസ്റ്റ് ലാസ്റ്റത്തോട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് സെപ്റ്റംബർ എടുക്കണം, 14-ാം തീയതി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എനിക്ക് ഒരു കൃത്യമായ ഒരു ഡേറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചീട്ട് ഒരു ഞറുക്ക് പോലെ ഇട്ട് 2 പേപ്പറിൽ എഴുതിയിട്ട് മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് പറഞ്ഞു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനതെൻ്റെ അമ്മേനെയും കൊണ്ട് എടുപ്പിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് സെപ്റ്റംബർ 14-ാം തീയതിയാണ്. പക്ഷേ ആ ഡേറ്റ് ഞാൻ പരീക്ഷ എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞപ്പോൾ ഏജൻറ്റ് പറഞ്ഞു അത് എടുക്കരുത്, ഓഗസ്റ്റ് എടുക്കാവുള്ളൂ, കാരണം സെപ്റ്റംബർ ആദ്യം തന്നെ ചിലപ്പോൾ ഇത് ടിക്കറ്റ് വരുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അപ്പോഴത്തെ ആ ഒരു ചിന്തയ്ക്ക് ഞാൻ ഏജൻറ്റിനെ വിശ്വസിച്ച് പോയി. അങ്ങനെ ഞാൻ ആ ഒരു ഡേറ്റ് ഓഗസ്റ്റിലുള്ള ആ ഡേറ്റ് എടുത്തു. ആ ഡേറ്റിൽ ഞാൻ പരീക്ഷ എഴുതി. പക്ഷേ അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വരുമായിരുന്നു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അമ്മ പറഞ്ഞ ഡേറ്റ് തന്നെയായിരുന്നു എടുക്കേണ്ടത്. കാരണം എനിക്ക് അപ്പോഴൊന്നും ടിക്കറ്റ് വന്നിട്ടില്ലായിരുന്നു. ടിക്കറ്റ് എനിക്ക് വന്നത് 30-ാം തീയതി, സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അതും ഒരു സാക്ഷിയാണ്. കാരണം ഞാനൊരു നിയോഗം വെച്ചിരുന്നു സെപ്റ്റംബർ 30-ാം തീയതി, അതായത് സെപ്റ്റംബർ തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സൗദിയിൽ എത്താൻ കഴിയണമെന്ന് ഉള്ള ഒരു നിയോഗമായിരുന്നു ഞാൻ വെച്ചത്. അതെനിക്ക് കൃത്യം സെപ്റ്റംബർ 30-ാം തീയതി തന്നെയായിരുന്നു ടിക്കറ്റ്. അങ്ങനെ രാവിലെ സെപ്റ്റംബർ 30 രാവിലെ എനിക്ക് ടിക്കറ്റ്. ആ ടിക്കറ്റിന് കയറി ആ ദിവസം തന്നെ ഞാൻ സൗദിയിൽ എത്തിച്ചേർന്നു. അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം കൊടുത്തു. പിന്നെ ഓൾഡ് ഏജ് ഹോമിലും അനാഥശാലകളിലൊക്കെ പോയി പൈസ കൊടുക്കുമായിരുന്നു, അവർക്ക് വേണ്ട ഫുഡിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. ആദ്യമൊന്നും ഞാൻ ബൈബിൾ 10 മിനിറ്റ് അല്ല 5 മിനിറ്റൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് അടച്ചു വയ്ക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പോയിൻറ്റുകൾ മനസ്സിലാക്കും. അപ്പോഴായിരിക്കും നമുക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ അതുമല്ല, ഓരോരോ കഷ്ടപ്പാടുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും നമ്മളെവിടെയാണ് വീഴ്ച വരുത്തിയേക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമുക്ക് ഓരോന്ന് മാതാവായിട്ട് തന്നെ നമ്മളെ കാണിച്ചു തരും ഓരോന്ന്. അപ്പം ഞാൻ ബൈബിൾ വായനയാണെങ്കിലും കുറച്ച് നേരം 1/2 മണിക്കൂർ ഒക്കെ കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു. പിന്നെ
പിന്നെ ഇവിടെ കൃപാസനത്തിലാണെങ്കിൽ മാസം തോറും 1000 രൂപ വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ജോലിയിൽ കയറിയതിന് ശേഷം എല്ലാ 6 മാസം 7 മാസം കൂടുമ്പോഴും ഞാൻ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും എവിടെയെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അന്നദാനത്തിന് ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. ഇത്രയും തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി രേഖപ്പെടുത്തുന്നു.